പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. കേരളം ഒരു മുന്നോക്ക സംസ്ഥാനമാണ്. നമ്മളത് പിന്നോക്കം, നമുക്ക് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാണെന്ന് പറയാൻ കഴിയില്ല. നമുക്കിവിടെ സ്കൂളുകളുടെ എണ്ണത്തിൽ പിന്നോക്കമാണെന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ റോഡുകളുടെ കാര്യത്തിൽ പിന്നോക്കമാണെന്ന് പറയാൻ കഴിയില്ല. നമ്മൾ മുന്നോക്കം തന്നെയാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ജയിക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതുവരെ കണ്ട രാജ്യം ഇതുവരെ കണ്ട ഏറ്റവും വലിയ ദുരന്തം ഒരു വയനാട് നമ്മൾ കാണുന്നുണ്ട്. ഒരു വാക്ക് പൈസ അനുവദിക്കേണ്ട, ഒരു വാക്കൊന്ന് പറഞ്ഞുകൂടെ? ഒരു വാക്കൊന്ന് പറഞ്ഞുകൂടെ പ്രശാന്ത്? ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അതങ്ങ് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തനിക്കൊണ്ടു നിനക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഞാൻ മറുപടി അറിയാം. ഇവിടെ കേരളത്തിന് അവകാശപ്പെട്ട നികുതി വിഹിതത്തിൽ ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച തുകയിൽ നിന്ന് നയാ പൈസ ഇതുവരെ കുറവാക്കി BJP കൊടുത്തില്ല. മുഴുവൻ തുകയും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. കാര്യമായിട്ടാണ് പറഞ്ഞത്, തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. നിലവിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കടം ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തസ് വേണോടാ, അന്തസ്. എടാ ഒന്ന് നീ വയസ്സും പ്രായമായില്ലേ, എന്തിനാ ഈ പിച്ചയ്ക്ക് എടുക്കാൻ പോണേ? എടാ ഇത് എനിക്ക് അവകാശപ്പെട്ട. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിന്റെ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ് കേരളം ഇത്തരത്തിൽ കടത്തിലേക്ക് എത്തിയതെന്നുള്ളത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. പിണറായി വിജയൻ സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുൻപ് 1.9 ലക്ഷം കോടി ഉണ്ടായിരുന്ന കടം ഇന്ന് പൊതുകടം കേരളത്തിന്റെ എത്രയാണ്? അതിന്റെ ഇരട്ടിയിലും അധികമാണ്. 4 ലക്ഷം കോടിയിലും അധികമാണ് കേരളത്തിന്റെ പൊതുകടം. കണ്ണി കണ്ട കാർഷികളങ്ങളൊക്കെ എഴുതി തള്ളണു, എന്നാ ഇതും കൂടെ എഴുതി തള്ളിക്കൂടെ? അപ്പൊ ഇത്തരത്തിൽ കടമെടുക്കുന്നതിന് വേണ്ടി ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ തറവാട്ടിൽ നിന്നല്ല ചോദിക്കുന്നത്, ഏത് കേന്ദ്രമന്ത്രിയുടെ വീട്ടിൽ നിന്നല്ല ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിന് അവകാശപ്പെട്ട മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ ധനകാര്യ കമ്മീഷൻ അനുവദിച്ച മുഴുവൻ തുകയും കൊടുത്തു തീർത്തിട്ടുണ്ട്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. ഇനി എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് കടം ചോദിക്കുന്നത്? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇത്തരത്തിൽ കടം ചോദിച്ചിട്ട് ഞങ്ങൾ തരുന്നില്ല എന്ന് പറയുന്ന സമയത്ത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തലയിലിട്ടിട്ട് കാര്യമില്ല. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. പിന്നെ ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് കേന്ദ്ര ഗവൺമെന്റിലെ, അത് ഭരണഘടനാ സ്ഥാപനമാണ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ